ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ എംബസി ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അമേരിക്ക ഇതുവരെ ഈ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് പങ്കെടുത്തിട്ടില്ല എങ്കിൽ കൂടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു നടപടിയല്ലേ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതെ, ഇറാന്റെ ഭാഗത്തുനിന്ന് തീ കൊണ്ട് കളിക്കുക എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ അതേപടി ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. അതായത് ടെൽ അവീവിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാന്റെ റോക്കറ്റ് ആക്രമണമുണ്ടായി. എംബസിക്ക് ഭാഗികമായി അതായത് എംബസിക്ക് സമീപം വീണ ഈ റോക്കറ്റ് പൊട്ടുകയും എംബസിക്ക് ഭാഗികമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ എംബസി ജീവനക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും ഈ ആക്രമണത്തെ തുടർന്ന് എംബസിയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഇന്നത്തേക്ക് പൂർണ്ണമായി നിർത്തുകയാണ്. എംബസിയുടെയും അതേപോലെ തന്നെ കോൺസുലേറ്റിൻ്റെയും പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം അവിടെ അമേരിക്കൻ അംബാസഡർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അമേരിക്കയുടെ പൗരന്മാരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ഇറാന് അവർ ഇതുവരെ കാണാത്ത രീതിയിൽ അതിശക്തമായ തിരിച്ചടി അമേരിക്ക സൈനികമായി തന്നെ നൽകും എന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അമേരിക്കൻ എംബസിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ള സുപ്രധാന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാനുള്ള ഒരു എല്ലാവിധ സാഹചര്യവും തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു ന്യായീകരണം ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ സംഗതി. അതോടൊപ്പം തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെയാണ്. അത് അമേരിക്കയിൽ നിന്നല്ല, ലോകത്തെവിടെയും അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ട്രംപ് അത് അയാളുടെ നയമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ഉറപ്പായിട്ടും. കാരണം ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ അതായത് ഈ സൈനിക താവളങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം, കാര്യം അവരുടെ സുരക്ഷയാണ് പ്രധാനം എന്ന രീതിയിൽ ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഒരു പരോക്ഷമായി പറഞ്ഞാൽ അമേരിക്ക ഇന്നല്ലെങ്കിൽ നാളെ ഈ യുദ്ധത്തിൽ പങ്കാളിയാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അന്നൊരു കാഷ്വാലിറ്റി ഒഴിവാക്കുന്നതിന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. ഇപ്പോൾ ഇറാൻ തന്നെ അമേരിക്കയെ യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്ന പോലെ ഇങ്ങനൊരു സംഗതി ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഏതു തരത്തിൽ ഇനി നിലപാടെടുക്കും എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയിയെ ഇസ്രയേൽ വധിക്കാനായിട്ടുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി. അത് ട്രംപ് ഇടപെട്ടാണ് ആ നടപടി പിൻവലിപ്പിച്ചു വെച്ചത്. ഇനി ഇത്തരത്തിൽ ഇസ്രയേലിനെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വെക്കുക, അവരെ പിന്തിരിപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം ഇനി അമേരിക്ക നടത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മിഡിൽ ഈസ്റ്റിൽ ഏതാണ്ട് 19 സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് നേരെ ഒരു പടനീക്കം അമേരിക്കയെ സംബന്ധിച്ച് ക്ഷണമാത്രയിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. ഏറ്റവും അടുത്തുള്ള ഇറാഖിൽ പോലും അമേരിക്കയുടെ സർവ്വ നിയന്ത്രണത്തിലും സൈനിക താവളങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൂടാതെ മേഖലയിലെ നാവിക വ്യൂഹങ്ങളും വിമാനവാഹിനി കപ്പലുകളടക്കം അമേരിക്കയ്ക്ക് ഒരു ഉത്തരവിന് കാത്തു നിൽക്കുന്ന രീതിയിൽ അവിടെയുണ്ട്. അവിടെ വലിയ ബോംബർ വിമാനങ്ങൾ പോലും അമേരിക്കയുടെ സജ്ജമായി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവിൻ്റെ കാത്തിരിപ്പ് മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇനി ഈ വാർത്തയെ ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന സംഗതി ഇപ്പോഴുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇസ്രയേൽ ഇറാന് നേരെ ആറ്റം ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറാന് വേണ്ടി പകരം ചോദിക്കാൻ പാകിസ്ഥാൻ വരും. പക്ഷെ ആ കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ യാതൊരുവിധ ആശയവിനിമയവും ഇറാനുമായി ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു ഞാൻ അവിടെയാണ് ഒരു സംശയം പറയുന്നത്. ഇറാനെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് അത്രമാത്രം സൈനിക ശേഷിയും അത്രമാത്രം ഈ കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇറാനെ ഈ അമേരിക്ക ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മാത്രമുള്ള ഒരു സപ്പോർട്ട് പാകിസ്ഥാന് ഇറാനോ ഇല്ല. അത് ഉറപ്പായിട്ടും ഇല്ല. കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുമായി സൈനിക സഹകരണമുള്ള ഒരു രാജ്യമാണ്. ഈ പാകിസ്ഥാനിലുള്ള ആയുധ ശേഖരത്തിൽ ഒരു വിഹിതം ചൈനയിൽ നിന്നും മറ്റൊരു വിഹിതം അമേരിക്കയിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ തരത്തിലൊരു മണ്ടത്തരത്തിന് ഇറങ്ങിത്തിരിക്കും എന്നുള്ള ഒരു ആലോചന നമുക്ക് ഈ ഘട്ടത്തിൽ വേണ്ട. പക്ഷേ ഇറാന്റെ സൈനിക മേധാവി അവരുടെ ദേശീയ മാധ്യമത്തിനോട് പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ അവർ വെറും വാക്ക് പറയില്ല എന്ന് തന്നെ കരുതാം. ചിലപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും അനൗദ്യോഗികമായിട്ടോ മറ്റോ സംസാരം ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ ഉറപ്പിലായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും
ഇത്തരത്തിൽ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ അവരുടെ ദേശീയ അസംബ്ലിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇറാനെ സൈനികമായി സഹായിക്കുന്ന യാതൊരു സംഭാഷണമോ ചർച്ചയോ നിലവിലില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ പൊതുശത്രുവാണ്. അവർക്കെതിരെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിക്കണം. പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ, അതായത് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അവർ ഈ ഘട്ടത്തിൽ അതുമാത്രമല്ല, ഇസ്രയേലുമായി നിലവിൽ സഹകരണത്തിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും അവരും പ്രത്യേകം യോഗം ചേർന്ന് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ ഈ ഇറാനെതിരെ ആക്രമിക്കുന്ന ആ ഒരു നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നടപടി എടുക്കണമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ ഇറാനെ ലക്ഷ്യമിടുന്നത് പാലസ്തീൻ്റെ അനുഭവം അതേപോലെ, അതായത് ആദ്യം ഒരു ഫലസ്തീനെ ആക്രമിച്ചു, പിന്നെ ഗാസ ആക്രമിച്ചു, പിന്നീട് ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നു, യമനും അവർ ആക്രമിക്കും. അതായത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന ജൂത വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ മുഖ്യ ശത്രുക്കളായി കാണുന്ന യാതൊരു തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെതിരെ മുസ്ലിം കൂട്ടായ്മ ഉണ്ടാകണം എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇറാൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഇസ്രയേലിന് വേണ്ടി ആറ്റം ബോംബ് ഇടും, ഇസ്രയേലിൽ ആറ്റം ബോംബ് ഇടും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം അവർ പാടെ തള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഘട്ടത്തിൽ സൈനികമായി ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കറിയാം, അവർക്ക് സായുധ സംഘങ്ങളുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികളുണ്ട്, അതേപോലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുണ്ട്, ഗസയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഹമാസ് ഉണ്ട്. ഇവരൊക്കെ ഇറാൻ്റെ പിന്തുണയ്ക്കായി ഉണ്ട്. പക്ഷേ ഇവരൊക്കെ സൈനികമായി അത്ര ശക്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം ഇസ്രയേലിൻ്റെ മുമ്പിൽ ഇവരൊന്നും സൈനികമായ ഒരു സൈനിക ശക്തിയല്ല. പക്ഷേ ഇവർക്ക് ഒറ്റപ്പെട്ട ഒളിയാക്രമണങ്ങൾ, ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു തീവ്രവാദ സ്വഭാവമുള്ള സ്ഫോടനങ്ങളോ, അതെ അതെ അതായത് ഇപ്പോൾ നിലവിൽ യമനിലുള്ള ഹൂത്തികൾ ഇതിനോടകം തന്നെ അവർ തന്നെ അവകാശപ്പെട്ടു ഇസ്രായേലിന് നേരെ അവർ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന്. എന്നാൽ അവർ അത്രയ്ക്ക് ഒരു വലിയൊരു സൈനിക ശക്തിയാണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷേ ഇവരെല്ലാം തീവ്രവാദ സ്വഭാവമുള്ളവരാണ്. അവർക്ക് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന മേഖലകളിൽ എവിടെയെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനും ഇസ്രായേൽ നമുക്കറിയാവുന്ന പോലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലും കരുതലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികമായി ഇറാൻ ഇപ്പോൾ ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമാണ്. ഏതാണ്ട് 2000-ഓളം മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട് എന്നാണ്. അതായത് ചെറുതും വലുതുമായ 2000-ഓളം മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ടെന്നാണ്. പക്ഷേ ആ സംഭരണ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുന്ന ഒരു തന്ത്രപരമായൊരു സമീപനം ഇസ്രയേൽ എടുത്തു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന അവരുടെ എണ്ണ നിക്ഷേപമാണ്. എണ്ണപ്പാടങ്ങളടക്കം ഇസ്രയേൽ ആക്രമിച്ചു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഇറാൻ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ പിന്തുണ തേടുന്നുണ്ടെങ്കിലും ആ രാഷ്ട്രങ്ങളെല്ലാം ഭയപ്പെടുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്നത് അമേരിക്ക വരുന്നതുകൊണ്ടാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളുടെ ഇടയിലൊക്കെ അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. എത്ര മിനിറ്റുകൾക്കുള്ളിൽ ഏത് ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകാം എന്നുള്ളത് അറിയാം. അല്ല, ഇവിടെ അതായത് ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോഴും അവിടെ പോലും ആ കൂട്ടായ്മയിൽ പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ സ്വീകാര്യതയുണ്ട്. അവർ പഴയ ഒരു കാഴ്ചപ്പാടല്ല. ഇവർ തമ്മിൽ പരസ്പരം ഇപ്പൊ സൗദി ആയിട്ടൊക്കെ അമേരിക്ക സഖ്യത്തിലാണ്, ഖത്തറുമായിട്ടൊക്കെ സഖ്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള ഒരു മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഇറാൻ്റെ രക്ഷയ്ക്കായി വരും എന്നുള്ളൊരു പ്രതീതിയില്ല. എന്നാലും ഇപ്പോൾ പാകിസ്ഥാനെ പോലെ ഉള്ള ചില രാജ്യങ്ങൾ എന്നാലും ഇറാൻ്റെ സപ്പോർട്ടിന് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. പക്ഷേ അവർ വലിയ രീതിയിലുള്ളൊരു യുദ്ധത്തിലേക്ക് പോകാൻ ആരും തന്നെ ആഗ്രഹിക്കുമെന്ന് കരുതുന്നില്ല. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ അമേരിക്കയെ വലിച്ചിഴയ്ക്കുന്നൊരു സാഹചര്യം വന്നാൽ ഏത് രീതിയിൽ അമേരിക്ക പ്രതികരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾക്ക് പറയാൻ സാധിക്കുക. ഏതായാലും അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഇനി സൈനികമായി തന്നെ ഇറാൻ്റെ പ്രകോപനത്തോട് പ്രതികരിക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ വലിയ രീതിയിലുള്ള വലിയ കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് പോകും. വലിയൊരു ആൾനാശവും നാശനഷ്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും.